കേരളം എന്നും ശുഭകരമായ വാർത്തകളാണല്ലേ കേൾക്കുന്നത്. കാമുകി കാമുകനെ കൊല്ലുന്നു, മകൻ അമ്മയെ കൊല്ലുന്നു, മകൻ കുടുംബത്തെ മൊത്തം കൊല്ലുന്നു. എന്തൊരു ദുരവസ്ഥയിലേക്ക് ഈ നാട് പോകുന്നു എന്ന് നാം മനസ്സുകൊണ്ട് ഇടയ്ക്കെങ്കിലും ചിന്തിക്കുന്നത് നല്ലതാ. അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ക്രിമിനലുകൾ വളർന്നു വരുമ്പോൾ നിലയ്ക്ക് നിർത്താനുള്ള നിയമസഹായം തേടാൻ മുന്നേ കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങളെ തടയാൻ കഴിഞ്ഞേക്കും. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല. കുറച്ച് ദിവസങ്ങളായി നാം കേട്ടുകൊണ്ടിരുന്ന ഷാരോൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പ്രേമത്തിൻ്റെ പേരിൽ കുരുതി കൊടുത്ത ഒരു പെൺകുട്ടി. പെൺകുട്ടി എന്ന് പറഞ്ഞതിന് കാരണം ഞാൻ പറഞ്ഞതല്ല. പ്രതിക്ക് വേണ്ടി വാദിക്കുന്ന വക്കീൽ പറഞ്ഞതാണ്. അവൾക്ക് പഠിക്കണമത്രേ, അവൾക്ക് ജീവിക്കണമത്രേ. ഒരു ജീവപര്യന്തം നേടിയാൽ പോലും 40 വയസ്സിനുള്ളിൽ പുറത്തിറങ്ങാമെന്ന് അവൾക്ക് പിന്നെയും കിടക്കുകയാണ് ജീവിതം. പ്രണയത്തിൻ്റെ പേരിൽ കുരുതി കൊടുക്കപ്പെട്ട ആ ചെറുപ്പക്കാരനും ഉണ്ടായിരുന്ന ഒരു കുടുംബം, സഹോദരൻ, മറ്റു കുടുംബാംഗങ്ങളൊക്കെ. അവനിൽ പ്രതീക്ഷ അർപ്പിച്ച അവൻ്റെ ഒരു ഭാവി ഉണ്ടായിരുന്നു. ആ ഭാവിയിലൂടെ നേടുന്ന അവനിൽ പ്രതീക്ഷ അർപ്പിച്ച ഒരു കുടുംബമുണ്ടായിരുന്നു. അതൊക്കെ കുരുതി കൊടുക്കാമെങ്കിൽ ഇത്തരം പ്രതികൾക്ക് വേണ്ടി വാദിക്കുന്ന, പണത്തിന് വേണ്ടി വാദിക്കുന്ന, എന്താണ് പറയുക, വക്കീൽ എന്നാൽ, നിയമോപദേശി എന്നാൽ, നിയമം ഏറെക്കുറെ അറിയാവുന്നവൻ എന്നിരിക്കെ പണത്തിനു വേണ്ടി പ്രതിയാണെന്ന് ഉറപ്പുണ്ടായിട്ടും അവർക്ക് വേണ്ടി വാദിക്കുന്നതിന് മനസ്സു കാണിക്കുന്ന ആ ആളുകളല്ലേ യഥാർത്ഥത്തിൽ ഇത്തരം ക്രിമിനലുകളെ വളർത്തുന്നത്. വാദിക്കുന്നതും പോരാ, ശരിക്കും യഥാർത്ഥത്തിൽ വധശിക്ഷ തന്നെ നടപ്പാക്കേണ്ട കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആ പെൺകുട്ടിക്ക് നിയമത്തിൻ്റെ ആനുകൂല്യത്തിൽ ചിലപ്പോൾ നാളെ വെറുതെ വിട്ടേക്കാം. പക്ഷേ ഇത് നാളെ നമ്മുടെ സമൂഹത്തിൽ നൂറുകണക്കിന് കുരുതികൾ കാണാൻ വേണ്ടി ഉള്ള ഒരു ഏറ്റവും മഹത്തായ തെറ്റായി മാറരുത് എന്ന് മാത്രം ആഗ്രഹിക്കുകയാണ്. നാളെ വിധി വരട്ടെ, പൊതുജന സമൂഹം ഞെട്ടാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം എന്നല്ലാതെ എന്ത് കാണാൻ. കാരണം ഇത്തരം വിധികളെന്നും ജനങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടേ ഉള്ളൂ. വാർത്താമാധ്യമങ്ങളിൽ വളരെ ഇപ്പോൾ മറ്റെല്ലാവരും സംസാരിക്കുന്നൊരു പെൺകുട്ടിയല്ലേ, പ്രായം ചെറുതല്ലേ, അവൾക്ക് ജീവിതമില്ലേ. കൊല്ലാൻ തുടങ്ങിയപ്പോൾ ഇതൊന്നും ഓർത്തില്ലേ? അമ്മയും അമ്മാവനും ഉൾപ്പെടെ ജയിലിലായതെങ്ങനെയാണ്? ആ ചെറുപ്പക്കാരനെ ഉപേക്ഷിച്ചുകൂടായിരുന്നോ? കൊല്ലാതെ അവനെതിരെ കേസ് കൊടുത്തുകൂടായിരുന്നോ? ഇതൊന്നും ചെയ്യാതെ കുരുതി കൊടുത്തിട്ട്, അതും ഇത്തരം മൃഗീയമായ ചിന്താഗതിയോടുകൂടി കുരുതി കൊടുത്തിട്ട് ആനുകൂല്യത്തിന് വേണ്ടി കേഴുമ്പോൾ ഒരു ആനുകൂല്യവും ഇല്ല എന്ന് ഈ കേസിനെക്കുറിച്ച് കേട്ടവരൊക്കെ ചിന്തിക്കുമ്പോൾ, വിധി പ്രസ്താവന വരുമ്പോൾ പൊതുജനം ഞെട്ടാതിരിക്കട്ടെ.